കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുകയാണ്. മലബാറിൽ ന്യൂനപക്ഷ വോട്ട് ഉറപ്പിക്കാൻ മത നേതാക്കളുടെ പിന്തുണ തേടുന്നു സ്ഥാനാർത്ഥികൾ. പൗരത്വ ഭേദഗതി നിയമമാണ് എല്ലായിടത്തും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. കേരളത്തിൽ LDF-ഉം UDF-ഉം പൗരത്വ ഭേദഗതി എതിർക്കുന്നു. ദേശീയ തലത്തിൽ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത് കോൺഗ്രസ് മാത്രമാണെന്ന് KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി പറഞ്ഞു. അഖിലേന്ത്യാ തലത്തിൽ ഈ പൗരത്വ ബില്ലാവട്ടെ, ഏക സിവിൽ കോഡാവട്ടെ, ഈ കാര്യങ്ങളിലെല്ലാം പ്രതിപക്ഷങ്ങൾ വളരെ ശക്തമായി ഒരേ ചിരിയിലാണ് നിൽക്കുന്നത്. അഖിലേന്ത്യാ തലത്തിൽ അല്പാൽപ്പം എങ്കിലും ശക്തിയുള്ളതും BJP-യെ നേരിടാൻ കഴിവുള്ളതുമായ എല്ലാ പ്രതിപക്ഷ കക്ഷികളുടെയും കൂട്ടായ്മയാണെങ്കിലും അതിന് നേതൃത്വം വഹിക്കുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു അഖിലേന്ത്യാ പാർട്ടിയാണ്. അതിൻ്റെ ചരിത്രവും എല്ലാം നമുക്കറിയാം. അത് ഒരു നേതാവിന് പെട്ടെന്ന് ഒരു അഭിപ്രായം പ്രകടിപ്പിക്കാൻ പറ്റാവുന്ന ഒരു സംവിധാനമല്ല അതിനുള്ളത്. കോഴിക്കോട് നിന്ന് ദീപക് തർമ്മയുടെ വിവരങ്ങളുമായി ചേർന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. പറയൂ വിശേഷങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് SKN. ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പ്രത്യേകിച്ച് മുസ്ലിം മത ന്യൂനപക്ഷം വലിയൊരു വോട്ട് ബാങ്കാണ് മലബാറിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ പൊതുവിൽ. ഈ വോട്ട് സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ, നേതാക്കൾ. നമ്മൾ ഇന്നലെ കണ്ടു കെ സുധാകരൻ PT അബ്ദുള്ള കോയ മദനിയുടെ മുൻപിൽ എത്തിയത്. ഈ രീതിയിൽ വിവിധ മുസ്ലിം അവാന്തര വിഭാഗത്തിലുള്ള വിവിധ സംഘടനകൾ, അത് മുജാഹിദ് പ്രസ്ഥാനമായാലും AP വിഭാഗം, പ്രബലമായ കാന്തപുരം AP വിഭാഗം, സമസ്ത തുടങ്ങിയ വിവിധ വിഭാഗങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതിൽ PT അബ്ദുള്ള കോയ മദനി പറഞ്ഞത് ഒരുപക്ഷെ കോൺഗ്രസിന് അനുകൂലമാണ് എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും. കാരണം അതിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ ഈ പൗരത്വ ഭേദഗതി നിയമത്തെ പ്രതിരോധിക്കുന്നതിൽ നിലപാടെടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അത് നിലവിലുള്ള കേരളത്തിൽ സർക്കാർ സംവിധാനവും ഇടതുപക്ഷവും നടത്തുന്ന വലിയൊരു ക്യാമ്പയിനെ തിരുത്തലാണ്. പക്ഷേ എന്നാൽ അതേ സമയത്ത് അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനത്തെയും ഓൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അത് UDF-ന്, പ്രത്യേകിച്ചും കെ സുധാകരൻ പോയതുകൊണ്ടായിരിക്കാം, UDF-ന് അനുകൂലമായ രീതിയിലാണ് എന്ന് വേണം നമുക്ക് വ്യാഖ്യാനിക്കാൻ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം SKN, ഈ വേളയിൽ ഒളിഞ്ഞും തെളിഞ്ഞും കൊണ്ട് മതനേതാക്കളെ കാണാൻ വേണ്ടി പോകുന്ന നിരവധി നേതാക്കളുടെ വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സമസ്ത വിഭാഗങ്ങളെ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെയും അതുപോലെ തന്നെ ജെഫ്രി മുത്തുക്കോയ തങ്ങളെയും, ഈ രണ്ട് വിഭാഗത്തെയും കണ്ട് അവരുടെ അനുഗ്രഹം, ആശീർവാദം മേടിക്കാൻ വേണ്ടി നേതാക്കൾ എല്ലാവരും രഹസ്യമായും പരസ്യമായും ചെല്ലുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മത നേതാക്കൾക്ക് മാർക്കറ്റ് വളരെ കൂടുന്നു എന്നുള്ളത് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് SKN. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മടം.